നിങ്ങളുടെ മക്കൾ 7 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുവീൻ. 10 വയസ്സായിട്ടും നമസ്കരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ അവരെ ശിക്ഷിക്കുവീൻ. ചെറുതായ ശിക്ഷാരീതികൾ, ശിക്ഷണ നടപടികളൊക്കെ എടുക്കണം. 10 ആയിട്ടും അവർ അതിന് വഴങ്ങുന്നില്ലെങ്കിൽ. എനിക്ക് നിർബന്ധമായിട്ടൊന്നുമല്ല അത്. പക്ഷേ ഒരാൾ പ്രായപൂർത്തിയായ ഒരു ഘട്ടത്തിൽ മാത്രം ഒരു കാര്യമാണ് ചെയ്യാൻ പറഞ്ഞാൽ സ്വിച്ചിട്ടതുപോലെ അത് അംഗീകരിക്കാൻ അയാളുടെ പ്രകൃതി വഴങ്ങൂല. അതുകൊണ്ടാണ് ഈ ശീലിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പം നമ്മുടെ ചെറിയ മക്കളെ തന്നെ വാസ്തവത്തിൽ അതൊരു പ്രായപൂർത്തിയാകുമ്പോഴല്ലേ അവൾ പൂർണ്ണമായി വസ്ത്രം ധരിക്കുന്ന ആ ഒരു രീതിയിലേക്ക് പോകേണ്ടതുള്ളൂ. പക്ഷെ ഒരു പെൺകുട്ടിക്ക് അവൾ പ്രായപൂർത്തിയാകുന്നതോ ഒന്നുകിൽ 15 വയസ്സ് പൂർത്തിയാകുന്നതോടുകൂടി, അതല്ലെങ്കിൽ മെൻസസ് പുറപ്പെടുന്നതോടുകൂടിയാണ്, ആർത്തവം പുറപ്പെടുന്നതോടുകൂടിയാണ്. അത് 15 ആയിക്കൊള്ളണമെന്നില്ല. ഇന്നത്തെ കുട്ടികളിപ്പോൾ പ്രത്യേകമായി പല കുട്ടികളും മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ പെൺമക്കളൊക്കെ ഏർലി സ്റ്റേജിൽ തന്നെ അവർ എന്തു ചെയ്യാണ്, മെൻസസിലോട്ട് കിടക്കുകയാണ്. പല കാരണങ്ങളുണ്ടാകാം. ജീവിക്കുന്ന സാഹചര്യങ്ങൾ, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഹോർമോൺ സ്വാധീനിക്കുന്നുണ്ടാകാം, വ്യത്യസ്ത ഘടകങ്ങളുണ്ടാവാം. അതുകൊണ്ട് തന്നെ അവരുടെ നിയമങ്ങളും അവരുടേതായ കാര്യങ്ങളുമൊക്കെ പെട്ടെന്നൊരു പ്രഭാതത്തിൽ അവരോട് ഇന്നിപ്പോൾ നിനക്ക് മെൻസസ് ആയിട്ടുണ്ട്, ഇന്ന് മുതൽക്ക് ഇനി ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചോളാം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കത് ഉൾക്കൊള്ളൂല. അതേമാതിരി ആൺകുട്ടികളാവട്ടെ, അവർക്കും തന്നെ 15 വയസ്സ് ഇപ്പോൾ പൂർത്തിയായി, ഇനി ഇത് നിസ്കരിക്കണം, അതിന് മുമ്പ് നമ്മൾ കുട്ടികൾക്ക് നിസ്കാരമൊന്നും പറഞ്ഞു കൊടുത്തില്ല, ശീലിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അതുകൊണ്ടാണ് മുമ്പേ ഒരു തദ്രീബ്, ഒരു തെർബിയത്ത്, ഒരു പരിശീലനം ഇസ്ലാം 7 വയസ്സിലെ തുടങ്ങി. 7 വയസ്സിലെ നിസ്കരിക്കാൻ കൽപ്പിക്കാൻ പറഞ്ഞു. 10 വയസ്സായിട്ടും നിസ്കരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ചെറിയ രൂപത്തിലുള്ള ശിക്ഷകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞു.